ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എസ് പി ടെക് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ HTML പാർട്ട് 5 ആണ്. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ഫോർമാറ്റിംഗ് ടാഗ്സ് ആണ്. അപ്പം ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലിലേക്ക് അമർത്തുക. ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. സംശയങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ കൃത്യമായിട്ട് മനസ്സിലാവാൻ നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കാണണം. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പം HTML ഫോർമാറ്റിംഗ് എന്താ നമുക്ക് നോക്കാം. HTML ഫോർമാറ്റിംഗ് ഈസ് എ പ്രോസസ് ഓഫ് ഫോർമാറ്റിംഗ് ടെക്സ്റ്റ് ഫോർ ബെറ്റർ ലുക്ക് ആൻഡ് ഫീൽ. HTML provides us ability to format text without using CSS. There are many formatting tags in HTML. These tags are used to make text bold, italicized or underlined, etc. അപ്പോൾ HTML ഫോർമാറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ എഴുതുന്ന ടെക്സ്റ്റിന് ഒരു നല്ല രീതിയിലുള്ളൊരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഒരു ലാംഗ്വേജ് ആണ്. അതുപോലത്തെ വേറെ ലാംഗ്വേജസ് ആണ് ഡൈനാമിക് വെബ്സൈറ്റ്സ് ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്നത്, CSSഉം ജാവാസ്ക്രിപ്റ്റും. അതിൻ്റെ ഒന്നും ആവശ്യമില്ലാതെ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഫോർമാറ്റിംഗ് നടത്താമെന്നാണ് പറഞ്ഞത്. അപ്പം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് കുറേ ഫോർമാറ്റിംഗ് ടാഗ്സ് ഉണ്ട് HTML. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് 8 എണ്ണമാണ്. ആ 8 എണ്ണം ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ ബോൾഡ്, ഇറ്റാലിക്, സ്ട്രൈക്ക് ത്രൂ, അണ്ടർലൈന്, ബിഗ്, സ്മോള്, സബ്സ്ക്രിപ്റ്റ്, സൂപ്പർസ്ക്രിപ്റ്റ്. ഇതാണ് 8 എണ്ണം. ഈ 8 എണ്ണമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് അത് എങ്ങനെയാണ് ചെയ്യാന്നൊക്കെ നോക്കാം. അതിൻ്റെ ടാഗുകളൊക്കെ നോക്കാം. ഇതാണ് അതിൻ്റെ ടാഗുകൾ. ഫോർമാറ്റിംഗ് ടാഗ്സ്: ബോൾഡിന് B എന്ന ടാഗ്, ഇറ്റാലിക്കിന് I എന്ന ടാഗ്, പിന്നെ സബ്സ്ക്രിപ്റ്റാണ് ഞാൻ എഴുതിയത്. സബ്സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ H എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അടുത്ത വശത്ത് കാണുന്നത് സാധാ പോലെ ഇരിക്കും. 2 സബ്സ്ക്രിപ്റ്റിൻ്റെ ടാഗിൻ്റെ ഉള്ളിലാണുള്ളത്. അപ്പം അത് താഴേക്ക് വരും. എന്ന് വെച്ചാൽ H2 എന്ന് എഴുതുമ്പോൾ 2 താഴേക്കാണല്ലോ വരിക. അതാണ് ആ 2 സബ്സ്ക്രിപ്റ്റിൻ്റെ ടാഗിൻ്റെ ഉള്ളിലിരിക്കുന്നത്. O ഇപ്പുറത്തിരിക്കും. അപ്പോൾ അങ്ങനെ H2ൻ്റെ 2 താഴേക്ക് ആ പകുതിൻ്റെ താഴേക്ക് വരും. Hൻ്റെയും Oൻ്റെയും ഒക്കെ പകുതിൻ്റെ താഴേക്കാണ് വരിക. സൂപ്പർ സ്ക്രിപ്റ്റ് പകുതിൻ്റെ മുകളിലേക്ക്, X² എന്നായിരിക്കും അതിൻ്റെ ഔട്ട്പുട്ട് വരിക. അണ്ടർലൈൻഡ്, പിന്നെ U ടാഗ് അണ്ടർലൈൻഡത്, സ്ട്രൈക്കിൻ്റെത് സ്ട്രൈക്ക് എന്ന് എഴുതിയ ടാഗ് തന്നെ. ബിഗ് എന്ന് പറഞ്ഞാൽ ബിഗ് എന്ന് പറയുമ്പം അതിൻ്റെ മുമ്പും ശേഷമുള്ള ടെക്സ്റ്റുകളുടെ ഒരു ഫോണ്ട് മുമ്പിലായിരിക്കും നിൽക്കുക, ഒരു ഫോണ്ട് വലുതായിട്ട്. സ്മോൾ എന്ന് പറയുമ്പം ഒരു സ്മോള് ഒരു സൈസ്, ഒരു ഫോണ്ട് താഴേക്കായിരിക്കും നിൽക്കുക. അപ്പം ഫോണ്ട് ഉദ്ദേശിച്ചത് സൈസ് തന്നെയാണ്, തെറ്റിപ്പോയതാണ്. ഒരു സൈസ് മുകളിലേക്കും ഒരു സൈസ് താഴേക്കാണ് നിൽക്കുക. അങ്ങനെയാണ് ബിഗും സ്മോൾ ടാഗുകൾ. ഇതാണ് 8 ടാഗുകൾ. അപ്പോൾ അതിൻ്റെ ട്രബ് എഡിറ്റിലുള്ള ഇംപ്ലിമെൻറ്റേഷനിലേക്ക് കിടക്കാം. ഞാൻ ട്രബ് എഡിറ്റ് ആപ്ലിക്കേഷൻ എടുക്കുകയാണ്. ഇതാണ് അപ്പോൾ ട്രബ് എഡിറ്റ്. നിങ്ങൾ കാണുന്നുണ്ടാവും, ഞാൻ എല്ലാ ടാഗുകളും അവിടെ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം ആ ടാഗുകളൊക്കെ നിങ്ങൾ വായിച്ച് നോക്കുക, നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം ഞാനതിന് ഇടയ്ക്ക് BR കൊടുത്തിട്ടുണ്ടെന്ന് വെച്ചാൽ താഴേക്ക് വരാൻ വേണ്ടിയിട്ട്. അപ്പം ദിസ് ഈസ് ബോൾഡഡ് ടെക്സ്റ്റ് ഞാനിപ്പം സെലക്ട് ചെയ്തത്. അവിടെ ആ നിങ്ങൾ കൊടുത്തത് ഞാൻ ആദ്യം കൊടുത്തതാണ്. നമ്മൾ പാരഗ്രാഫ് കൊടുത്തിട്ടാണ് കൊടുക്കുക. പിന്നെ അവസാനം ഞാൻ ക്ലോസ് ചെയ്യാൻ വിട്ടു, വേണ്ട ഒന്ന് ക്ലോസ് ചെയ്താക്കാം. പാരഗ്രാഫ് നമുക്ക് ക്ലോസ് ചെയ്യണമല്ലോ. അപ്പം പിന്നെ അതിൻ്റെ ഉള്ളിലാണ് B വരുന്നത്. അപ്പം നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, എന്ത് ചെയ്യുമ്പോഴും ബോൾഡിൻ്റെ കാര്യം മാത്രമല്ല, എന്ത് ചെയ്യുമ്പോഴും ഈ ആദ്യം P കൊടുത്ത് പിന്നെ B കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഉള്ളിലുള്ള ടെക്സ്റ്റ് ബോൾഡ് ആക്കണമെങ്കിൽ ശേഷമാണ് B കൊടുക്കേണ്ടത്, അതിൻ്റെ മുമ്പേ അല്ല. അപ്പം ഈ ക്ലോസ് ചെയ്യുന്നതും അതിൻ്റെ ആദ്യം തന്നെ ആയിരിക്കണം. എന്ന് വെച്ചാൽ ആദ്യം നമ്മൾ P കൊടുത്തു, പിന്നെ B കൊടുത്തു. പക്ഷേ ഇവിടെ ആദ്യം കൊടുക്കുന്നത് B ആയിരിക്കും, പിന്നെ ആയിരിക്കും P വരിക. പിന്നെ നമ്മൾ ക്ലോസ് ചെയ്യുന്ന പടി ആയിരുന്നുകൊണ്ടാണ് ഞാൻ P താഴെ വരുള്ളൂ. അങ്ങനെയാണ് എല്ലാത്തിൻ്റെയും ഈ ഒരു ഫോർമാറ്റിംഗ് വരിക. എന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുമ്പോഴുള്ള ഒരു ഇത് വരിക. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പം നമ്മൾ ഈ ബോൾഡ് മുതൽ നോക്കാം. അപ്പോൾ ഇതാണ് അതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത്. ഫോർമാറ്റിംഗ് ടാഗ്സ് എന്ന് നമ്മൾ ഫസ്റ്റ് കൊടുത്ത ഹെഡിങ് ഉണ്ട്, കണ്ടില്ലേ? P എന്ന് കൊടുത്തിട്ട് ഹെഡിൽ കൊടുത്തതാണ് ഞാൻ. ഹെഡിൻ്റെ ശേഷം അത് നമ്മൾ ആദ്യം കൊടുത്ത ഹെഡിങ്. പിന്നെ ഇതാണ് നമ്മുടെ ടൈറ്റിൽ. ഇത് ബോൾഡഡ് ടെക്സ്റ്റ്, നമ്മൾ B ടാഗ് കൊടുത്തത്.
അതിൻ്റെ താഴെ ഇറ്റാലിക്, പിന്നെ സബ്സ്ക്രിപ്റ്റ് നിങ്ങൾ കാണുന്നുണ്ടാവും. നമ്മൾ ഈ 2 സബ്സ്ക്രിപ്റ്റിൻ്റെ ടാഗിൻ്റെ ഉള്ളിലാണ് കൊടുത്തത്, എച്ചും ഓയും അതിൻ്റെ പുറത്താണ് കൊടുത്തത്. അപ്പോൾ ആ 2 മാത്രം അതിൻ്റെ പകുതി സൈസ് താഴേക്ക് വന്നത് നിങ്ങൾ കാണുന്നുണ്ടാവും, H2O എന്ന് എഴുതുന്ന മാതിരി. ഈ X2 എന്നുള്ളത് സൂപ്പർ സ്ക്രിപ്റ്റാണ്, X² എന്നാവുന്നത്. കണ്ടില്ലേ? അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ അണ്ടർലൈൻഡ് ടെക്സ്റ്റ്, അണ്ടർലൈൻഡ് ടാഗ് നിങ്ങൾ മനസ്സിലായത്. സ്ട്രൈക്കഡ് ടെക്സ്റ്റ്, ബിഗ് ടെക്സ്റ്റ് കുറച്ച് വലുതായിരിക്കും, മറ്റേ വെച്ച് നോക്കുമ്പോൾ ഇത് സ്മോൾ കുറച്ച് ചെറുതായിരിക്കും. ഇങ്ങനെയാണ് ഫോർമാറ്റിംഗ് ടാഗുകൾ വരിക. പിന്നെ എല്ലാം കൂടി ചേർത്തിട്ട് നമ്മൾ ശ്രദ്ധിച്ചിട്ട് ചെയ്യണം. എല്ലാം കൂടി ചേർത്തിട്ട് ചെയ്യുന്നത് ഞാൻ എഴുതിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ എല്ലാം കൂടി വരുന്ന സമയത്ത് നമ്മൾ കുറേ എന്ന് വെച്ചാൽ ബോൾഡും ഇറ്റാലിക്കും സ്ട്രൈക്കും കൂടി നമുക്ക് ഒരുമിച്ച് വേണമെന്ന് വിചാരിച്ചോ. എന്നുവെച്ചാൽ ആ ടെക്സ്റ്റ് ബോൾഡായിരിക്കണം. അതേ സമയത്ത് ആ ബോൾഡ് ടെക്സ്റ്റ് ചെരിഞ്ഞിട്ട് ഇറ്റാലിക്ക് പോലെ ആയിരിക്കണം, അത് വെട്ടിയിട്ടും ഇരിക്കണം. അപ്പോൾ നമ്മൾ മൂന്ന് ടാഗുകൾ ഒന്നിച്ച് ചേർക്കണം. അപ്പോൾ ആദ്യം നമ്മൾ ബി കൊടുക്കുക. അത് ഏത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല, എന്നാലും ഞാൻ കാണിക്കുമ്പോൾ ബി കൊടുക്കുക. പിന്നെ ക്ലോസിങ് ടാഗ് ഇപ്പുറത്ത് വരും. അതിൻ്റെ ഇടയിൽ നമ്മൾ പിന്നെ ഐ കൊടുക്കുക ഇറ്റാലിക്ക്. പിന്നെ അപ്പോൾ അതിൻ്റെ ഇടയിലേക്ക് ഇറ്റാലിക്കിൻ്റെ ക്ലോസിങ് ടാഗിൻ്റെ ഇടയിലേക്ക് ആ ഇത് കർസർ നീങ്ങുന്നുണ്ട്, അവിടെ തന്നെ നമുക്ക് എഴുതാൻ പറ്റും. അവിടെ നമ്മൾ സ്ട്രൈക്ക് എന്നുള്ള ടാഗും കൂടി കൊടുക്കുക. അപ്പം എല്ലാത്തിൻ്റെയും ഇടയിലെത്തി. ആ 3 ടാഗുകളുടെയും ക്ലോസിങ്ങിൻ്റെയും ഓപ്പണിങ്ങിൻ്റെയും ഇടയിൽ നമ്മളിപ്പം നിൽക്കുന്നുണ്ട്. അവിടെ നമുക്ക് വേണ്ട ടെക്സ്റ്റ് അങ്ങ് എഴുതുക. ഇപ്പം നിങ്ങൾ കാണുന്നുണ്ടാവും, ആ ടെക്സ്റ്റ് ബോൾഡാണ്, അതേസമയം ചെരിഞ്ഞിട്ട് ഇറ്റാലിക്കാണ്, അതേസമയം സ്ട്രൈക്ക് ത്രൂ ആയിട്ട് വെട്ടിയിട്ടുമുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഫോർമാറ്റിംഗ് ടാഗുകൾ വരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിച്ചു. നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. വീഡിയോ അവസാനം വരെ കണ്ടതിന് നന്ദി. ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ എല്ലാവർക്കും ഇത് ഉപകാരപ്രദമാകുന്നതുകൊണ്ട് എന്തായാലും ഷെയർ ചെയ്യുക. പിന്നെ സംശയങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. സംശയങ്ങൾ വേണമെങ്കിൽ വാട്സപ്പിലും ചോദിക്കാം. വാട്സപ്പിൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷനിലുണ്ട്, അവിടെ നിന്ന് എടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിച്ചു. താങ്ക്സ് ഫോർ വാച്ചിങ്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.